Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. നമ്മള് ഹ്യൂമൻ റിസോഴ്സിന്റെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജ് വരെ എത്തി അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു സർ. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? കുറച്ചുപേരൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? കാണുന്നില്ല. എനിവേ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞാലും നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താണ്? എംപ്ലോയി മൊറൈൽ തുടങ്ങിയാണ്. ക്ലാസ് എടുത്തോട്ടെ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് അല്ലെ പ്രത്യേകമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതായത് ടെക്നിക്കുകൾ അല്ലെ, ഒരു എന്താണ് അവർക്ക് മോട്ടിവേഷൻ, അവിടെയുള്ള എംപ്ലോയീസിനെ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറെ മോട്ടിവേഷൻ ടെക്നിക്സുകളാണ് പലതരത്തിലും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ജീവനക്കാരുടെ മനോവീര്യം ഈ പറഞ്ഞ മാതിരി ആ ഒരു എന്താണ് താല്പര്യം ജനിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് അല്ലെ, ഒരു മനോധൈര്യം കൂടിയും ജനിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടത്തില് കുറച്ച് പ്രാക്ടിക്കൽ നോളജ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ചില വർക്കുകളൊന്നും ഏറ്റെടുത്ത് നടത്താനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവരുടെ മാനസികമായിട്ട് ചിലത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവണം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ കേസുകളാണെങ്കിൽ തന്നെ പെട്ടെന്ന് അല്ലേ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ചു വരുമ്പോൾ അവരെ അല്ലെ വരുന്ന രോഗികളെ ചിലർക്കൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു പേടി അല്ലെ, ആ ഒരു ഭീതിയൊന്നും ഇല്ലാതെ തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിക്കേണ്ടതും ആവശ്യമാണ്. ആവശ്യമായിട്ട് വരില്ലേ? അങ്ങനെയും കൂടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവോ? അവിടെയുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള പ്രേരണകൾ കൊടുത്ത് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഇത് മാത്രമല്ല, അവർക്കല്ലേ വരുന്ന എന്തെങ്കിലും ചലഞ്ചസുകളെ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മനോധൈര്യം കൂടി അവർക്ക് പകർന്നു കൊടുക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. Morale means a feeling of enthusiasm, zeal, confidence in individual or a group that they will be able to handle the task allotted to them. അതായത് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വർക്ക് വരുമ്പോൾ അലോട്ടഡ് ആയിട്ടുള്ള ആ ഒരു ടാസ്ക് കൈകാര്യം ചെയ്യുന്നതിന് ഇൻ കേസ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് അത് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് അല്ലെ, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, അതല്ലെങ്കിൽ എന്താണ് സീൽ എന്ന് വെച്ചാൽ നല്ല തീക്ഷ്ണതയോട് കൂടിയിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ എന്തോ ചെയ്യാൻ അല്ലെ നല്ല ഉത്സാഹത്തോട് കൂടിയിട്ട് അത് ചെയ്യാനായിട്ട് ഒരു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ടാസ്ക് അത് നല്ല ഉത്സാഹത്തോടും തീക്ഷ്ണതയോടും അതോടൊപ്പം തന്നെ എന്താണ് ആത്മവിശ്വാസത്തോടും കൂടി ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള അല്ലെ അതിന് ഏബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു മനോധൈര്യം അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. മൊറൽ ഈസ് എ mental condition or attitude of individuals and group that determine their readiness to cooperate. നമ്മ എല്ലാവരോടും സഹകരിച്ചിട്ട് അല്ലെ അതിനുള്ള ഒരു സന്നദ്ധത അവർക്ക് ഉണ്ടാവണം. ഇൻ കേസ് നമുക്കൊരു ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അത് ആരെങ്കിലൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു രീതി ആവരുത്. ക്ലിയർ ആവുന്നുണ്ടോ? ആരെങ്കിലൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു രീതി ആവരുത് അല്ലെ. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് വരുമ്പോൾ ഓക്കെ എന്നെക്കൊണ്ട് പറ്റുന്നത് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടിയിട്ട് ഓക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരു ഉത്സാഹത്തോട് കൂടിയിട്ടുള്ള ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവിടെയുള്ള ഇൻഡിവിജ്വൽസിന് അവിടെയുള്ള എംപ്ലോയീസിന്റെ ആ മനോഭാവം ആറ്റിറ്റ്യൂഡ് അത് എന്താണ് അവർക്ക് ആ ഒരു മനസ്സ് അല്ലെ ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്തുണ അവിടെ ആവശ്യമാണ്. അപ്പൊ മൊറൈൽ എന്ന് പറയുന്നത് എന്താണ്? മൊറൈൽ ഈസ് എ മെന്റൽ കണ്ടീഷൻ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ദാറ്റ് ഡിറ്റർമിൻസ് their readiness to cooperate. സഹകരണത്തോടെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അല്ലെ. ഏതെങ്കിലും ഒരു ടാസ്ക് വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് സന്നദ്ധതയോട് കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത, ആ ഒരു സന്നദ്ധത ഒരു മാനസികമായിട്ട് ഉൾക്കൊള്ളണം അല്ലെ. ആ ഒരു മാനസികമായിട്ടുള്ള മനോഭാവത്തില് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊറൈൽ എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണോ? ഓക്കെയാണോ? അപ്പൊ നമുക്കറിയാം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം എന്താണ്, ആ ഒരു എഫേർട്ട് അല്ലെ, അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളെല്ലാം ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നമുക്ക് പ്രദാനം ചെയ്തു കൊടുക്കണം. ഗുഡ് മൊറൽ ഈസ് evidenced by employee enthusiasm, voluntarily conformance with the regulations and orders, and a readiness to cooperate with the others to accomplish of an organization objectives. അപ്പൊ നമുക്കറിയാം എന്താണ്, നല്ല ഒരു മൊറൽ ഉണ്ട് അല്ലെ, നല്ല ഒരു ധാർമ്മിക ധീശതയുള്ള ഒരു ഫേം ആണ് എങ്കിൽ, എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അല്ലെ, ആ ഒരു ധീശതയുള്ള ഒരു ഫേം ആണ് എങ്കിൽ അതിന്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എന്താണ് ഉത്സാഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സ്വമേധയാ തന്നെ എന്താണ് അവർക്ക് ആ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഏൽപ്പിക്കുന്ന ഡ്യൂട്ടികൾ അല്ലെ, അത് ഏത് തന്നെയാണെങ്കിലും അത് എല്ലാവരും കൂടി സഹകരിച്ച് തന്നെ അത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത എല്ലാ എംപ്ലോയിയുടെയും മൈൻഡിലുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറയുന്നത്, അക്കംപ്ലിഷ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടും അതുകൊണ്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, എംപ്ലോയി മൊറൽ എന്താന്നുള്ളത് കിട്ടിയോ? ആരാരും റെസ്പോണ്ട് ഒന്നും ചെയ്യണില്ലല്ലോ. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്നുകൂടി പറയാം, നോക്കാം. എന്താണ്, നമുക്കിപ്പോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു ദുരന്തം, ഒരു പ്രകൃതി ദുരന്തമാണെന്ന് വെച്ചു. അപ്പൊ പ്രകൃതി ദുരന്തം വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് വരുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ അല്ലെ, ഒരു നേച്ചറിൽ തന്നെയായിരിക്കും അവിടെയുള്ള പേഷ്യൻസുകളൊക്കെ ആ ഹോസ്പിറ്റലിലേക്ക് വരിക അല്ലെ. ചിലർക്ക് എന്താണ് ഒരുപാട് അവയവങ്ങൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് എന്താണ് ബ്ലഡ് ബ്ലീഡിങ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ എന്താണ് ഇത് ഏറ്റെടുക്കാനായിട്ട് അവിടെയുള്ള നഴ്സുമാര് തയ്യാറാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സ് അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു മെന്റലി അവർ ഫിറ്റ് ആയിരിക്കണം അല്ലെ. ചില രോഗികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലത് കാണുമ്പോൾ പെട്ടെന്ന് എന്താണ് എന്താണ് അത് അയ്യോ ആരെങ്കിലും ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞ് പിന്മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളെ കൊണ്ട് പറ്റും അല്ലെ, ഞങ്ങള് ആരെങ്കിലും ജീവൻ നേടിക്കൊടുക്കാനായിട്ട് സന്നദ്ധതയാണ് അല്ലെ, നമുക്ക് അതിനുള്ള ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാവും. അപ്പൊ അവിടെ തന്നെ ഗ്രൂപ്പിൽ തന്നെ എന്താണ് അവരെ പരസ്പരം ഡിസ്കസ് ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഡിസാസ്റ്റർ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ ആ ഒരു പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അല്ലെ, അതൊക്കെ ഉള്ള അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ധൈര്യത്തിലേക്ക് എന്താണ് മൊത്തത്തിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ആ ഒരു ധൈര്യത്തിലേക്ക് അതിന് എംപ്ലോയറെ സന്നദ്ധരാക്കണം അല്ലെ. അതാണ് എംപ്ലോയി മൊറൽ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കോൺഫിഡൻസോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യണം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയൊക്കെയാണ് അല്ലെ. അതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് നേരത്തെ കൂട്ടി അങ്ങനെയുള്ള ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ്, അങ്ങനെ തീക്ഷ്ണതയുള്ള ഒരു ഫേമാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ ഉത്സാഹത്തോട് കൂടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സാധ്യമാക്കാനായിട്ട് ശ്രദ്ധിക്കും എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എംപ്ലോയറെ നേരത്തെ കൂട്ടി അവിടെ സജ്ജമാക്കേണ്ടതുണ്ട് അല്ലെ. നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ പാക്കേജുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മൊറയിൽ അല്ലെ അവരുടെ മനോധൈര്യം വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അതാണ് അവിടെ നേരത്തെ നമ്മൾ കുറെ എന്താണ് ടെക്നിക്സുകൾ അല്ലെ, മോട്ടിവേഷൻ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ടെക്നിക്സുകളൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിനുള്ള അല്ലെ ഒരു ഇങ്ങനെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷനിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു മനോധൈര്യവും അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഭാഗം പറയാനുള്ളത് എംപ്ലോയി ഗ്രീവ്നെസ് ആണ്. എന്താണ് എംപ്ലോയി ഗ്രീവ്നെസ് എന്ന് പറയുന്നത്? എന്താണോ പറയുന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം, നോട്ട് ചെയ്ത് വെക്കാം. മൊറൽ മീൻസ് ഫീലിംഗ് enthusiasm, zeal, confidence in individual or a group that they will be able to handle the task allotted to them. Okay, then next എന്താണ് എംപ്ലോയി ഗ്രീവ്നെസ്. എന്താണ് എംപ്ലോയി ഗ്രീവ്നെസ് എന്ന് പറയുന്നത്? പരാതികൾ അല്ലെ. തൊഴിലാളികൾക്ക് പരാതികൾ ഉണ്ടായിരിക്കുമോ? ഒരു ഫേമില് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് പരാതികൾ ഉണ്ടാവോ? ഒരു വീട്ടിലെ മെമ്പേഴ്സിന് തന്നെ പരാതികൾ ഉണ്ട് അല്ലെ.
അപ്പൊ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നവർക്കും പരാതികൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് പരാതികൾ ഉണ്ടാവും, അവരുടെ വേജസോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പരാതികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. എ കംപ്ലൈന്റ് that affects one or more workers constitute a grievance. ചിലപ്പോ ഒരു പ്രത്യേക വിഭാഗം അല്ലെ, നമുക്കറിയാം ഒരു വലിയ വലിയ സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ പലതരത്തില് വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പൊ ചില പ്രത്യേക വിഭാഗക്കാർക്ക് തന്നെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ടാവും അല്ലെ. കംപ്ലൈന്റ് ദാറ്റ് എഫക്ട്സ് വൺ ഓർ മോർ വർക്കേഴ്സ്, ഒന്നോ രണ്ടോ അതിലുള്ള വർക്കേഴ്സിനെ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള പരാതികളുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, കംപ്ലൈന്റ് ബിക്കംസ് എ ഗ്രീവൻസ് when this discontent which is mostly associated with the work is brought to the notice of the management. ഈ കംപ്ലൈന്റ് എന്ന് പറയുന്നത് അല്ലെ, ഈ പരാതികൾ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും അല്ലെ അത് മോസ്റ്റ്ലി ആയിട്ട് എന്താണ് വർക്കുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ. ചില പരാതികൾ എന്ന് പറയുന്നത് ചിലപ്പോ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള കണ്ടന്റ്സ് അല്ലെ അതൊന്നും കൃത്യസമയത്ത് നമുക്ക് എത്തുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള കംപ്ലൈന്റുകളുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ എന്താണ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം അല്ലെ. അപ്പോ ഒരു സ്ഥാപനമാകുമ്പോൾ പലതരത്തിലുള്ള പരാതികളുണ്ട്. ചിലർക്ക് എന്താണ് വർക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചിലർക്ക് എന്താണ് ആ വർക്കിന്റെ എന്തെങ്കിലും സാമഗ്രി അല്ലെ എന്തെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള പരാതികളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം മാനേജ്മെന്റിനെ അറിയിക്കേണ്ടതുണ്ട്. Then a grievance is a written complaint filled by an employee and claiming unfair treatment. നമുക്കറിയാം ഒരു കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കംപ്ലൈന്റ് ഉണ്ടാവും അല്ലെ. അതേസമയം ഗ്രീവൻസ് പൊതുവെ നമുക്കറിയാം ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് അല്ലെ എംപ്ലോയി അത് പ്രധാനമായിട്ടും റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതി അല്ലെ. അത് തീർച്ചയായിട്ടും എന്താണ് അനാവശ്യമായിട്ടുള്ള പെരുമാറ്റ രീതി കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റിട്ടേൺ ആയിട്ട് തന്നെയായിരിക്കും എഴുതി ആ കംപ്ലൈന്റ് കൊടുക്കുക അല്ലെ. ഗ്രീവൻസ് ഈസ് എ റിട്ടേൺ കംപ്ലൈന്റ് ഫിൽഡ് ബൈ ആൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. നമുക്കറിയാം ചില പരാതികൾ എന്ന് പറഞ്ഞാൽ എഴുതി അല്ലെ. നമ്മളിപ്പോ പോലീസിലൊക്കെ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർ ആദ്യം തന്നെ ആ കംപ്ലൈന്റ് എഴുതി മേടിപ്പിക്കും ഇല്ലേ, മേടിപ്പിക്കില്ലേ, ഉണ്ടാവില്ലേ? സാധാരണ രീതിയിൽ പോലീസിലൊക്കെ കംപ്ലൈന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവര് എഴുതി മേടിപ്പിക്കുക അല്ലെ. അതാണ് പറയുന്നത് അൺഫെയർ ട്രീറ്റ്മെന്റ് അല്ലെ. അന്യായമായ പെരുമാറ്റ രീതി കൊണ്ടുള്ള പരാതികളൊക്കെ ആണെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് തന്നെ അത് ഫില്ല് ചെയ്ത് എഴുതി മേടിക്കുന്ന പരാതികളായിരിക്കും അല്ലെ. ജസ്റ്റ് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. എംപ്ലോയീസ് ഗ്രീവൻസിനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്നല്ലെങ്കിൽ കുറച്ച് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട പരാതികളായിരിക്കാം, അതല്ലെങ്കിൽ ആ വർക്കുമായി ബന്ധപ്പെട്ട പരാതികളായിരിക്കും. അത് മാനേജ്മെന്റിനൊക്കെ അറിയിക്കേണ്ടതായിരിക്കാം. ദെൻ എന്തെങ്കിലും റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ അൺഫെയർ ട്രീറ്റ്മെന്റ് അല്ലെ, അവിടെ എന്താണ് അനാവശ്യമായ പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ട ഉള്ള കംപ്ലൈന്റ് ആണെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് തന്നെ എഴുതി കംപ്ലൈന്റ് കൊടുക്കേണ്ടതാണ്. ഇനി പലതരത്തിലുള്ള കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ എന്താണ് കോസ് ഓഫ് ഗ്രീവൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള കംപ്ലൈന്റുകളുണ്ട് അല്ലെ. അത് എന്തിനേക്ക് ബാധിക്കുന്നതാണ്? ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് വർക്കേഴ്സ് ഗ്രീവൻസ് ഒക്കെ ആണ് എന്താണ് റിഗാർഡിംഗ് വേജസ്. ഫസ്റ്റ് വേണ ഏതൊരു തൊഴിൽ മേഖലയിലുള്ള ആദ്യത്തെ ഒരു കംപ്ലൈന്റ് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ന്യായമായ കൂലി കിട്ടുന്നില്ല അല്ലെ, അതുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ. വർക്ക് എടുപ്പിച്ചിട്ട് ന്യായമായ കൂലി കിട്ടാതിരിക്കുന്ന ഒരു കംപ്ലൈന്റ് ആയിരിക്കും പൊതുവെ അല്ലെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്. ദെൻ അനദർ കംപ്ലൈന്റ് എന്ന് പറയുന്നത് റിഗാർഡിംഗ് സൂപ്പർവിഷൻ. എന്താണ് മേലധികാരികളിൽ നിന്നുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലെ. റിഗാർഡിംഗ് സൂപ്പർവിഷൻ അത് മേലധികാരികളുടെ എന്തെങ്കിലും മേൽനോട്ട ചുമതലയിൽ ഉണ്ടാകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട പരാതിയായിരിക്കും. ദെൻ റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്. എന്താണ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്? വ്യക്തിഗത പുരോഗതികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി അല്ലെ. അപ്പൊ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ സ്വന്തമായിട്ട് അല്ലെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം കിട്ടാത്തതോ അല്ലെ, ആ ഒരു രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ദെൻ ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് ജോലിയുടെ സാഹചര്യങ്ങൾ അല്ലെ, മതിയായ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒന്നും അനുവദിക്കാതെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ജനറൽ വർക്കിംഗ് കണ്ടീഷൻ എന്നുള്ള രീതിയിലായിരിക്കും പരാതികൾ കൊടുക്കുന്നത്. ദെൻ കളക്റ്റീവ് ബാർഗെയിനിങ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്? കൂട്ടായ വിലപേശൽ അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ മാതിരി
സാലറിയുടെ മാത്രമല്ല നമുക്ക് അനുവദിച്ച അല്ലെ സമയവും കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ എന്താണ് കൂടുതൽ സമയം ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ചിലർക്കൊക്കെ അധികം ഡ്യൂട്ടി അല്ലെ കൊടുക്കുന്ന ഡ്യൂട്ടിയൊക്കെ കുറഞ്ഞു പോകുന്നു. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കളക്റ്റീവ് അല്ലെ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇൻ കേസ് ഓവർ ഡ്യൂട്ടി അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പേയ്മെന്റുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിലപേശിയുള്ള പരാതികൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി കിട്ടുന്നു, അങ്ങനെയുള്ള തരത്തിലുള്ള എന്താണ് ഒന്നിച്ചുള്ള പരാതികൾ ഉണ്ടാവാം. Then when the grievance redressal machinery works effectively, it is a satisfactorily resolve most of the dispute between a labor and management. അപ്പൊ നമുക്ക് അറിയാം പരാതി ഇല്ലാത്ത ഒരു സ്ഥാപനം ഉണ്ടാവില്ല അല്ലെ, പൊതുവെ നമുക്കറിയാം പരാതികളുണ്ടാവും അല്ലെ. അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെ അത് നിലനിർത്താനായിട്ട് എന്താണ് ഇങ്ങനെ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ലേബറും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും, അവിടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, പരാതി ഇല്ലാത്ത സ്ഥാപനങ്ങളൊന്നും ഉണ്ടാവില്ല, എവിടെയും പരാതികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചിലതൊക്കെ എന്താണ് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പുതുക്കി തിരിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്താണ് മധ്യസ്ഥം വഹിച്ചുകൊണ്ടൊക്കെ അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പൊതുവെ എന്താണ് പരാതികളുടെ പരിഹാര മാർഗങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആണ് എങ്കിൽ, തൃപ്തികരമാണ് എങ്കിൽ എന്താണ് തർക്കങ്ങൾ അല്ലെങ്കിൽ ലേബർ മാനേജ്മെന്റുമായിട്ടുള്ള തർക്കങ്ങളെല്ലാം കുറച്ചുകൊണ്ട് വരുവാനും നല്ലൊരു ബന്ധം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലായോ എന്താന്നുള്ളത്? എംപ്ലോയീസ് ഗ്രീവ്നെസ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ചിലപ്പോഴെങ്കിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ, എംപ്ലോയീസ് ഗ്രീവ്നെസ് മായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇത് ചിലപ്പോഴൊക്കെ ഡാഷ് ഈസ് എ റിട്ടൺ കംപ്ലൈന്റ് ഫിൽഡ് ബൈ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അത് എന്താണ് ഗ്രീവ്നെസ് അല്ലെ, ഒരു പരാതിയിൽ തന്നെ പെടുന്നതാണ്. അല്ലെങ്കിൽ ഗ്രീവ്നെസ് ഇസ് എ ഡാഷ് കംപ്ലൈന്റ്, ഒരു റിട്ടൺ കംപ്ലൈന്റ് ആണെങ്കിൽ അൺഫെയർ ട്രീറ്റ്മെന്റിന് ഒരു റിട്ടൺ കംപ്ലൈന്റ് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് ധാർമ്മികത എന്നുള്ള അല്ലെ, അല്ലെങ്കിൽ മനോധൈര്യം, അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. പരാതികൾക്കുള്ള പരിഹാര മാർഗങ്ങൾ അല്ലെ, അത് നല്ല രീതിയിലാണ് എങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ നമുക്കറിയാം, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു നമ്മുടെ രണ്ടു ചെറിയ ടോപ്പിക്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അങ്ങനെ അവസാനിക്കുകയാണ്. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ കുറച്ചൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതൊക്കെ എന്താ പറയാ റിക്രൂട്ട്മെന്റും സെലക്ഷനും ട്രെയിനിങ്ങും അല്ലെങ്കിൽ എന്താണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഫേസ് ടു ഫേസിൽ എല്ലാവരും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു വെക്കാം. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇത് വരാനായിട്ടുള്ള സാധ്യതകളൊന്നും ഇല്ല. ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് എക്സാമിനേഷനും ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ടെസ്റ്റും അത്യാവശ്യം എന്താണ് നോട്ട പോയിന്റ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടോ? ഏതെങ്കിലും ജസ്റ്റ് വായിച്ചിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആൻഡ് എംപ്ലോയി മുറയിൽ തന്നെയാണോ ചോദിക്കുന്നത്? ഇവിടെ എടുത്ത് പറയാനുള്ളത് എന്താണ്, നമ്മള് ഒരു ഉത്സാഹപരത അല്ലെ, എന്തോസിയാസം, സീൽ, കോൺഫിഡൻസ്. എന്താണ് അതിന്റെ മീനിങ്? എന്തോസിയാസം എന്ന് പറയുമ്പോൾ ഉത്സാഹം, സീൽ എന്ന് പറയുമ്പോൾ തീക്ഷ്ണത, കോൺഫിഡൻസ്. ഒരു ഡ്യൂട്ടി അല്ലെ, ഒരു ഡ്യൂട്ടി നമുക്ക് ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ അത് തൃപ്തികരമായിട്ട് അല്ലെ, അത് ആ സർവീസ് അർഹിക്കുന്നവര് തീർച്ചയായിട്ടും അത് തൃപ്തികരമാകണമെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആക്കി കൊടുക്കണമെങ്കിൽ എന്താണ്, അവര് നല്ല ആത്മവിശ്വാസത്തോട് നല്ല തീക്ഷ്ണതയോടും ഉത്സാഹത്തോടും കൂടിയിട്ട് ആ ഡ്യൂട്ടി ചെയ്ത് കൊടുക്കണം അല്ലെ. നമ്മളൊരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ നഴ്സുമാര് അല്ലെ, അവരവരുടെ ഡ്യൂട്ടി എങ്ങനെയെങ്കിലും നിർവഹിച്ചു പോവുകയാണെങ്കിൽ എന്താണ്, അവിടെ പേഷ്യന്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അത് എന്താണ് നല്ല രീതിയിൽ അല്ലെ സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അവരത് എങ്ങനെയോ അത് ചെയ്ത് തീർക്കുകയാണ് അല്ലെ. ജസ്റ്റ് അവർക്ക് എന്താണ്, അവർക്ക് അതിൽ ഉത്സാഹം ഉണ്ടാവണമെന്നില്ല, തീക്ഷ്ണത ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോഴെന്താണ്, വർക്ക് എന്ന് പറയുമ്പോൾ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അത് അനുസരിച്ചിട്ട് അതുകൊണ്ട് തന്നെ ചില ഡ്യൂട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചില ഡ്യൂട്ടികളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പേടി ഉണ്ടാവും അല്ലെ, ഒരു ഫിയർ ഉണ്ടാവും. അപ്പൊ അതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നേരത്തെ കൂടി അത് കരുതി വെച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെ, അത്തരത്തിലുള്ള ഉത്സാഹം അല്ലെങ്കിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അല്ലെ ഈ തീക്ഷ്ണതയൊക്കെ ഉളവാക്കത്തക്ക വിധത്തിലുള്ള ട്രെയിനിങ് എൻഗേജ് എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചയിലെ ഒരു പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവർക്ക് അലോട്ട് ചെയ്തേക്കുന്ന ടാസ്കുകൾ എല്ലാവരും കൂടി സഹകരിച്ച് അല്ലെ, എന്താണ് വിറ്റ്നസ് ടു കോപ്പറേറ്റ് എന്നാ പറയുന്നത്. എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും സന്നദ്ധതയോടുകൂടി ആ സഹകരണത്തിന്റെ സന്നദ്ധത പ്രകടമാക്കി തന്നെ ആ ഡ്യൂട്ടി നിർവഹിച്ചു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ മൊറൽ മീൻസ് ഫീലിംഗ് ഓഫ് എന്തോസിയാസം. അത് അനുഭവപ്പെടുന്ന എന്താണ്, മൈൻഡിൽ തന്നെയുള്ള ഫീലിംഗ് ആണ് അല്ലെ. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ്. എന്തൊക്കെ ഫീലിംഗ്സ് ആണ് അവരുള്ളിൽ അനുഭവപ്പെടുന്നത്? ഉത്സാഹം, തീക്ഷ്ണത, ആത്മവിശ്വാസം അല്ലെ. ആ ഫീലിംഗ്സ് ഉളവാക്കുന്ന കാര്യങ്ങളെല്ലാം കമ്പനി നേരത്തെ കൂട്ടി അവർക്ക് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. Moral means a feeling of enthusiasm, confidence in the individual or a group that they will be able to handle the task allotted to them. അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടാസ്കുകൾ അവർ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള മനോധൈര്യം ഉണ്ടാകണം അല്ലെ. ഇതിനെയാണ് എന്ന് പറയുന്ന മൊറൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. മൊറൽ ഈസ് എ മെന്റൽ കണ്ടീഷൻ ഓർ ആറ്റിറ്റ്യൂഡ്. ഈ ഫീലിംഗ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, മാനസികമായിട്ട് അല്ലെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്സുകളാണ്. അതുകൊണ്ടാണ് പറയുന്നത് മൊറൽ ഈസ് മെന്റൽ കണ്ടീഷൻ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ദാറ്റ് ഡിറ്റർമിൻസ് their readiness to cooperate. എല്ലാവരും സഹകരിച്ച് ഒന്നിച്ച് സന്നദ്ധതയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുക അല്ലെ, ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് മൊറൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് പോകാം. പുതിയൊരു ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ ആ ഗുണമേന്മ അല്ലെ, ആ വർക്കിൽ ഉണ്ടായിരിക്കണം അല്ലെ, ആ ഒരു ഗുഡ് കുറയില്
is evidenced by employee enthusiasm, voluntarily compliance with the regulations and orders. Quality of work life എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും വർക്ക് ലൈഫിൽ ഉണ്ടാകുന്നത് ഈ ഒരു നേരത്തെയുള്ള പോയിന്റാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺ. ഇറ്റ് mean opportunities for advancement, creative task, and a successful career to young and entrant. Flexible working hours in this system, the employee are free to choose within certain limitations at that they begin and quit their job each day. അതായത് ഈ ഒരു ഇതിലെ കാര്യത്തിൽ പറയുന്നത് നമ്മളെ മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പോ ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണെങ്കിലാണ് ചിലര് അവര് എന്താണ് അതിലേക്ക് അല്ലെ. നമ്മൾ പറഞ്ഞു ഈ കാലഘട്ടത്തില് ചിലർക്കൊക്കെ നല്ല കഴിവുള്ളവരുണ്ട്, എന്നാ അല്ലെ ചില ഫുൾ ടൈം അവര് യൂട്ടിലൈസ് ചെയ്യാത്തവരുണ്ട്. അപ്പൊ കഴിവുള്ള ടൈമുകൾ അവർ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി അത് മനസ്സിലാക്കി തന്നെ അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അല്ലെ. അപ്പൊ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട്, അതായത് അവർക്ക് ഇഷ്ടത്തിന് തന്നെ അവരുടെ ടൈം ചൂസ് ചെയ്തുകൊണ്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ അനുവദിച്ചു കൊടുക്കുക. അപ്പൊ ഇൻ കേസ് പൊതുവെ നമുക്കറിയാം ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ഫ്ലെക്സിബിൾ ടൈമുകളൊക്കെ എടുത്തിട്ടായിരിക്കും അവരവരുടെ ഡ്യൂട്ടി ടൈമുകളിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് എന്താണ് എപ്പോ അത് തുടങ്ങുമെന്നോ എപ്പോ അവസാനിക്കുമെന്നോ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുവദിക്കുന്ന ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന ആ ഒരു അല്ലെ ആ ഒരു സിസ്റ്റത്തിൽ അനുവദിക്കുന്നത് ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കില്ല ഈ പേഴ്സൺസ് ഈ എംപ്ലോയീസ് എങ്ങനെയാണ് ഏത് ടൈമിലാണ് ഇത് ചൂസ് ചെയ്യുക, അവരുടെ വർക്കുകൾ ഏത് സമയത്താണ് ഫിനിഷ് ചെയ്യാന്ന് അറിയാനായിട്ട് നേരത്തെ കുട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. അതേസമയം അവർ ഏബിൾ ആയതുകൊണ്ട് അല്ലെ നല്ല കഴിവുള്ള വ്യക്തികളായതുകൊണ്ടാണ് കമ്പനി അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിൾ ടൈം അനുവദിച്ചു കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ ഇതിന്റെ ഞാൻ ബാക്കി പോർഷൻസ് എടുത്ത് തീരാത്തത് കൊണ്ടാണ് നോക്കണം ഇവിടെ വെച്ച് തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ? ഞാൻ ഒരു ചാപ്റ്റർ എടുക്കാമെന്ന് പറഞ്ഞു, അത് റെസ്പോൺസിബിലിറ്റിയുടെ ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് വലിയ വലിയ ചാപ്റ്റേഴ്സ് ആദ്യം ചേർത്ത് വെക്കേണ്ടതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ചാപ്റ്റർ എടുത്തേക്കുന്നത് മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, അതൊരു വലിയ ചാപ്റ്റർ ആണ്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ചെറുതിലേക്ക് തന്നെ പോണോ വലുതിലേക്ക് പോണോ? യെസ്, മൊഡ്യൂൾ 4 ആണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. മൊഡ്യൂൾ 3 കംപ്ലീറ്റഡ് ആണ് നമ്മുടെ പോർഷന്. മാറ്റി ഇതിന്റെ പ്രത്യേകത അതൊന്നും കണ്ടല്ല. ഇൻ കേസ് ചെറിയ ചാപ്റ്റേഴ്സ് ആണ് എങ്കിൽ നമുക്ക് എന്താണ് അല്ലെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും തീർന്നില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അവർ മേടിച്ചിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് പോകാം. അപ്പൊ ആദ്യം ഞങ്ങളുടെ മാനേജ്മെന്റ് നിർദ്ദേശിക്കുക ഏറ്റവും വലിയ വലിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർത്ത് വെക്കുക. അല്ലെങ്കിൽ ടൈം ഇത്തിരി കൂടി അല്ലെ, നമുക്കറിയില്ല ഏത് സമയത്തും. ഇപ്പൊ നമുക്കറിയാം ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്, നെറ്റ് ഒക്കെ ചിലപ്പോ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ക്ലാസ് ഒക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഞങ്ങൾക്ക് 1-2 ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ട് ഇല്ലേ? മിസ്സായില്ലേ? നമുക്കാണെങ്കിൽ ചിലപ്പോൾ അനുവദനീയമായ ഡേറ്റുകളിൽ നമുക്കുള്ള അവരുടെ ദിവസം തന്നെയൊക്കെ ആവുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വലിയ വലിയ ചാപ്റ്റേഴ്സ് ആദ്യം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പോ മാനേജ്മെന്റ് പറയുന്നത് എന്തായാലും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ഞാൻ ആദ്യം റെസ്പോൺസിബിലിറ്റി ഇതിനേക്കാളും ചെറുതാണ്, അതുകൊണ്ടാണ് അത് ആദ്യം എടുക്കാന്ന് വെച്ചത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചാപ്റ്റർ എടുക്കാം. നിങ്ങളുടെ കൈവശമില്ലേ? ഉണ്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ, വലിയ ചാപ്റ്റർ. നമുക്ക് നിങ്ങൾ ഈ ഹ്യൂമൻ റിസോഴ്സ് പോലെ ഒരുപാട്
എന്താണ് സെപ്പറേറ്റ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വലിയ ചാപ്റ്റർ ലെങ്തി ചാപ്റ്റർ എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ എങ്ങനെ ഒരു പേഷ്യന്റ് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവണം, ആ സാറ്റിസ്ഫൈഡ് ആവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ അതങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വലിയ ചാപ്റ്റർ എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട, പേടിയൊന്നും വേണ്ട. ഓക്കെ, എല്ലാവരും എടുക്കാം. ഓക്കെ അല്ലേ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അതായത് രോഗിയുടെ സംതൃപ്തി അല്ലെ, അത് നിരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും അത് നിരീക്ഷിക്കുക, അത് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കറിയാം, ഏതൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടെ പേഷ്യൻസ് അധികം വരികയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ എന്താണ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മൂവ് ചെയ്യും അല്ലെ. പേഷ്യൻസ് ഇല്ലെങ്കിൽ അവിടെ എന്താണ് ആ ഹോസ്പിറ്റല് ലോസ് ആയിട്ട് പോകും അല്ലെ, നഷ്ടത്തിൽ പോകും അല്ലെ. പേഷ്യൻസ് ഉണ്ടെങ്കിലാണ് ആ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് നമുക്കറിയാം പ്രോഫിറ്റബിൾ അല്ലാതെ സർവീസ് മൈൻഡോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പേഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് തന്നെ പ്രോപ്പറായിട്ട് മൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ പേഷ്യൻസ് വരിക എന്നുള്ളതാണ് ആ ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലെ. പ്രധാനമായിട്ടും ഏതൊരു ഹോസ്പിറ്റലോ ഏതൊരു സ്ഥാപനം ആഗ്രഹിക്കുന്നത് ഒരുപാട് പേഷ്യൻസ് വരിക അല്ലെ. അങ്ങനെയാണെങ്കിലാണ് ആ ഹോസ്പിറ്റല് ഇച്ചിരി ഡെവലപ്പ് ആക്കി അത് വളർത്തിക്കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ ഈ പേഷ്യൻസിന്റെ ആ ഒരു തൃപ്തി അല്ലെ, സംതൃപ്തി അത് എപ്പോഴും മോണിറ്റർ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ, നടപ്പാക്കി കൊണ്ടുപോകണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ നോക്കാം. Patient satisfaction is a comparative phenomenon which has been around since the 1960s, but active research on the topic was started in late 1970s and early 1980s. അതായത് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു താരതമ്യ പ്രതിഭാസമാണ് അല്ലെ. നമുക്കറിയാം, പേഷ്യന്റ് തൃപ്തികരമാണ് എങ്കിലാണ് ആ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുള്ളൂ അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഒരു കമ്പാരിറ്റീവ് ഫിനോമിനൻ ആണ്, ഒരു താരതമ്യ പ്രതിഭാസമാണ് അത്. പ്രധാനമായിട്ടും വിച്ച് ഹാസ് ബീൻ അറൗണ്ട് സിൻസ് 1960 അല്ലെ. ഒരു 1960 മുതലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ആവശ്യം പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആകണം എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചപ്പോ എന്താണ് ഹോസ്പിറ്റൽ ഹിസ്റ്ററി ഒക്കെ പഠിപ്പിച്ചപ്പോ എന്താണ് പ്രധാനമായിട്ട് ആ ടൈമിലൊന്നും ഹോസ്പിറ്റലേ ഇല്ല അല്ലെ. ഹോസ്പിറ്റലൊക്കെ ഫോൺ ചെയ്ത് വന്നതിന് ശേഷം എന്തായി, അതൊരു കോമ്പറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറി, ഡെവലപ്പ് ചെയ്തു വന്നു. അപ്പോഴാണ് എന്താണ് ഹോസ്പിറ്റലുകൾ എല്ലായിടത്തും മുട്ടിനിട്ട് വന്നപ്പോഴാണ് എന്താണ് അവിടെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഘടകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത്. കാരണം പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ചെയ്താൽ മാത്രമാണ് ഹോസ്പിറ്റലിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് 1960 മുതൽ. അതിന്റെ ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെ ഒരു 1970 അല്ലെങ്കിൽ 1980 ആ തുടക്കത്തോട് കൂടിയിട്ടൊക്കെയാണ് അത് കൂടുതലായിട്ട് ഗവേഷണങ്ങളൊക്കെ നടത്തി പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത്. This led to substitution of the idea of quantity of life by a more patient-centered concept of quality of life. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് പേഷ്യന്റിന്റെ ഗുണമേന്മയ്ക്കാണ് പ്രാധാന്യം അല്ലെ. അതായത് പേഷ്യന്റിന്റെ ഗുണമേന്മയ്ക്ക് പ്രാധാന്യം എന്ന് പറയുന്നത്, ജീവിത നിലവാരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അത് സംതൃപ്തിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അല്ലാതെ എന്താണ് മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രധാനമായിട്ട് ജീവിത നിലവാരം എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ അളവിനൊന്നും കൂടുതൽ പ്രാധാന്യമില്ല. അതിന്റെ
ക്വാളിറ്റിക്ക് അല്ലെ ഗുണമേന്മയ്ക്കാണ് അല്ലെങ്കിൽ ജീവിത നിലവാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുള്ളത് മനസ്സിലായി. Then patient satisfaction incorporates the patient's perceived requirement, his expectations from the health system and the experience of health care. അതായത് നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു രോഗിയുടെ എക്സ്പീരിയൻസ് അല്ലെ, അവരുടെ അനുഭവം, അല്ലെങ്കിൽ എന്താണ് അവര് ആ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് അല്ലെ, അത് അല്ലെ അതാണ് പ്രധാനമായിട്ടും അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിന് അനുസൃതമായിട്ട് അവരെന്താണോ ആ സിസ്റ്റത്തിൽ ആ ഹോസ്പിറ്റലിൽ പ്രതീക്ഷിക്കുന്നത്, അവരുടെ അനുഭവം അല്ലെ, അവരുടെ അനുഭവം എന്താണോ അതാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, തൃപ്തി എന്ന് പറയുന്നത്. അവരെ എക്സ്പെക്ട് ചെയ്തതനുസരിച്ചിട്ട് അവർക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് അനുഭവം കിട്ടിയെങ്കിൽ എന്താണ് അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This multi-dimension concept consists of both the medical and non-medical aspect of health care. അപ്പൊ നമുക്കറിയാം ഇത് ഒരു ബഹുമുഖ ആശയത്തിലാണ് ഇതിൽ ഉൾപ്പെടുന്നത് അല്ലെ. ദിസ് മൾട്ടി ഡയമെൻഷൻ കൺസെപ്റ്റ്, അതായത് നമുക്കറിയാം പല ആശയങ്ങൾ ഇതിലുണ്ട്. അവിടെ എന്താണ് മെഡിക്കൽ ആയിട്ടുള്ള കുറെ, അതായത് ഡോക്ടേഴ്സ് നഴ്സുമാര് ട്രീറ്റ്മെന്റ് അല്ലെ, മെഡിക്കലുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പേഷ്യന്റിന് ആവശ്യമാണ്. ഒപ്പം നോൺ മെഡിക്കൽ ആയിട്ടുള്ള അല്ലെ, അവിടെ അഡ്മിഷനും അല്ലെങ്കിൽ റൂമും കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെക്കപ്പും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പല അതിലേക്ക് പോകുന്ന ആ ഒരു സമയക്രമവും കാര്യങ്ങളൊക്കെ അല്ലെ, ആ ഡ്യൂറേഷൻ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ബഹുമുഖ സംഭവങ്ങളെല്ലാം ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന ഇതിലെ ആ ഒരു കൺസെപ്റ്റിലേക്ക് ഉൾക്കൊള്ളുന്നുണ്ട് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രസ്റ്റീവായ ഒരു ചാപ്റ്റർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നണില്ല അല്ലെ. ഓക്കെ, അതായത് വലിയ എന്തോന്നല്ല, പറഞ്ഞു തന്നെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, എന്താണ് അവിടെയുള്ള പേഷ്യന്റ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സംതൃപ്തമാകണമെങ്കിൽ നമുക്കറിയാം നല്ല ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കണം അല്ലെ. അതേമാതിരി തന്നെ നമ്മുടെ അപ്പോയിന്റ്മെന്റ്സും നമുക്ക് അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയറും എല്ലാം അല്ലെ, എല്ലാ കാര്യങ്ങളും നമുക്ക് അല്ലെ ഒരു പേഷ്യന്റ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് അവിടെ നിന്ന് അവൈലബിൾ ആണെങ്കിൽ, നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഹോസ്പിറ്റലിൽ തൃപ്തിപ്പെടും. നമ്മൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, നമ്മൾ മറ്റുള്ളവരെയും അറിയിക്കും അല്ലെ, നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണ്, നല്ല ട്രീറ്റ്മെന്റ് ആണ് അല്ലെ, മറ്റുള്ളവരെ കൂടി അറിയിക്കില്ലേ? അറിയിക്കോ? നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ഡോക്ടറുടെ സേവനമാണ് എങ്കിൽ മറ്റുള്ളവർക്കും കൂടി എന്തെങ്കിലും രീതിയിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ അല്ലെ നമ്മൾ അത് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇതിലുള്ളതാണ് അല്ലെ. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാം. പക്ഷെ നല്ല ഡോക്ടറാണ് എങ്കിൽ നമ്മൾ പരസ്പരം അത് എല്ലാവരെയും തന്നെ അറിയിക്കും എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോ ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ആയിക്കോട്ടെ, ജസ്റ്റ് ചിലപ്പോഴൊക്കെ കാണാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഏത് മുതലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ, അത് ഏത് സമയം മുതലാണ് സ്റ്റഡി ചെയ്ത് തുടങ്ങിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് വെക്കാം. Then patient satisfaction is a measure of an extent to which a patient is satisfied with the health care which they got from their health care provider. ഓക്കെ, ഒരു പേഷ്യന്റ് അല്ലെ രോഗിയെ പരിശീലനത്തിൽ സാധാരണയായിട്ട് പ്രൊവൈഡറിൽ നിന്ന് അല്ലെ ദാതാവിൽ നിന്നാണ് അത് സ്വീകരിക്കേണ്ടത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ മെഷർ ഓഫ് എക്സ്റ്റെൻഡ് ടു വിച്ച് പേഷ്യന്റ് ഇസ് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെൽത്ത് കെയർ വിച്ച് ദേ ഗോട്ട് ഫ്രം ദെയർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. അവര് എന്താണ് ആ സ്ഥാപനത്തിലെ ദാതാക്കൾ അല്ലെ, അവരെന്താണ് നൽകുന്നത് അതാണ് സ്വീകർത്താവ് ആയ പേഷ്യന്റ് സ്വീകരിക്കുന്നത്. അത് മെഷർ ചെയ്യണം അല്ലെ, അത് ഓക്കെ ആണോ അല്ലെ, അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഓക്കെ വലിയ കുഴപ്പമില്ല, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ ഫേമിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്ഥാപനം നിലനിന്ന് പൊക്കോളും അല്ലെ, വീണ്ടും വീണ്ടും പേഷ്യൻസ് വരും അല്ലെ. അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മെഷർമെന്റ് ആ സ്ഥാപനം എടുക്കേണ്ടതുണ്ട് അല്ലെ. Patient satisfaction is concerned with the how patient access the quality of their healthcare experiences. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ദെയർ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് അല്ലെ. അവിടെ
ഹെൽത്ത് കെയറിന്റെ അല്ലെങ്കിൽ ശുശ്രൂഷ കാര്യങ്ങളിൽ ഉണ്ടാവുന്ന അനുഭവം അത് ഗുണമേന്മയുള്ളതാണോ എന്ന് എപ്പോഴും എന്താണ് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. ഹൗ പേഷ്യന്റ് ആക്സസ്, എങ്ങനെയാണ് ആ പേഷ്യന്റ് അത് മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, ഈ പേഷ്യന്റിന്റെ കെയർ അനുഭവങ്ങളൊക്കെ ഗുണമേന്മയുള്ളതാണോ എന്ന് അവര് അവര് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഈസ് increasingly being evaluated in surveys of healthcare settings as a maker of a quality of care. Treatment. Then നോക്കാം treatment അല്ലെ. It is increasingly being evaluated in surveys of a healthcare setting as a maker of a quality of a healthcare, together with the other dimensions of a quality like as relevance to requirements, effectiveness and efficiency. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട, അതായത് ഇതിങ്ങനെ പലതരത്തിലൊക്കെ വ്യാഖ്യാനിച്ചു തരുന്നുണ്ടോ, അപ്പൊ മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ പറയുന്ന പേഷ്യന്റിന് നൽകുന്ന ട്രീറ്റ്മെന്റ് അല്ലെ, അത് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കാര്യക്ഷമമായിട്ട് ഫലപ്രാപ്തിയോട് കൂടിയിട്ടും കാര്യക്ഷമമായിട്ടും അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെ ആ ഗുണമേന്മയുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് ലഭ്യമാകുന്നുണ്ടോ അല്ലെ. അവര് കെയർ അത് വിലയിരുത്തണം, എങ്ങനെ ക്വാളിറ്റി ഉള്ളതാവണമെങ്കിൽ എന്താണ് ഒരു രോഗി അല്ലെ, ആ രോഗിക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫലപ്രാപ്തിയുള്ള മെഡിസിനും അല്ലെ, ഫലപ്രാപ്തിയുള്ള ടൈമിനുള്ളിൽ തന്നെ അവർക്ക് ആ മെഡിസിൻ ഒക്കെ ലഭ്യമാക്കി കൊടുക്കണം അല്ലെ. അതല്ലേ നല്ലൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ആണോ? ഒരു രോഗി വന്നിട്ട് കിട്ടുന്ന സമയത്ത് അല്ലെ, കുറച്ചും കൂടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ആ രോഗിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുമ്പോൾ ആ രോഗിക്ക് അപകടം അല്ലെ തരണം ചെയ്യേണ്ടതായിട്ട് വരില്ലേ. അപ്പൊ എന്താണ് അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫലപ്രാപ്തിയുള്ള അല്ലെ, അതുമാതിരി തന്നെ കാര്യക്ഷമതയോട് കൂടിയിട്ട് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് അവൈലബിൾ ആകണം അല്ലെ. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് അവര് ഫുൾഫില്ല് ചെയ്ത് കൊണ്ടുപോയാൽ ആ അവിടെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും സൗകര്യങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് എന്താണ് ക്വാളിറ്റിയുള്ള ഒരു സാറ്റിസ്ഫൈഡോട് കൂടിയിട്ടുള്ള ഒരു സംരക്ഷണം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആണോ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇറ്റ് ഈസ് എന്താണ് increasingly being evaluated in surveys of health care settings. അപ്പൊ അതെങ്ങനെ അവർ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സർവേ ഒക്കെ നടത്തിയിട്ടാണ് ഒരു നേരത്തെ കൂട്ടി ഒരു തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ കൊടുക്കും. പൊതുവെ നമ്മൾ അങ്ങനെയാണ് സർവേ ഒക്കെ നടത്തി കഴിയുമ്പോഴോ ഒക്കെയാണ് ഡോക്ടറുടെ സേവനം നല്ലതാണോ അല്ലെ, നിങ്ങൾക്ക് വിചാരിച്ച സമയത്തിലുള്ള നിങ്ങളുടെ സേവനം നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ സർവേ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ ഇവാലുവേഷനിൽ അവര് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കും. അത് എപ്പോഴും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെ, ഗുണമേന്മയുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവര് ഫലപ്രാപ്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളായിരിക്കും. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. കാര്യം ഇത്രയേ ഉള്ളൂ, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക അല്ലെ. അത് അളക്കേണ്ടതുണ്ട്, മെഷർമെന്റ് നടത്തേണ്ടതുണ്ട്. ആ മെഷർമെന്റ് നടത്തിയതിനു ശേഷമാണ് ഹോസ്പിറ്റലിൽ കുറെ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കും, കുറെ നിയമങ്ങളൊക്കെ വേണമെന്ന് വെക്കും അല്ലെ. അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് അല്ലെ ആ പേഷ്യന്റിനെ സംതൃപ്തമാക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ പാരഗ്രാഫും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ഒരു പാരഗ്രാഫ് കൂടി എടുക്കാമോ? എടുത്ത് പോയിക്കോട്ടെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ചുകൂടി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഓക്കെ, അപ്പൊ ഈ ഗുണനിലവാരത്തിലെ പ്രധാനപ്പെട്ട അല്ലെ ഒരു മെഷർമെന്റ് ടൂൾ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുക എന്നുള്ളതാണ് അല്ലെ. ഗുണനിലവാരം ഉണ്ട് എങ്കിൽ ഹോസ്പിറ്റല് ഗുണനിലവാരത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് എന്ന് അളക്കുന്നത് ഏതിലൂടെയാണ്?
ഏതിലൂടെ ആയിരിക്കും? നല്ല ഹോസ്പിറ്റലാണെന്ന് അളക്കുന്നത് ഏതിലൂടെ ആയിരിക്കും? അത്രയും കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് മുഴുവനും. ഇതിലൂടെ ആയിരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഗുഡ്. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സംതൃപ്തമാണെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള ഹോസ്പിറ്റലാണ് അല്ലെ? അങ്ങനെയാണ് ശരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഗുണനിലവാരമുള്ള ഹോസ്പിറ്റൽ ആണ് എങ്കിൽ, അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആർ എ വൈറ്റൽ വേ ടു സ്കെയിൽ ഹൗ യുവർ പേഷ്യന്റ് patient satisfaction is a vital metric to scale overall healthcare quality. അപ്പൊ നല്ല ഗുണനിലവാരമുള്ള ഹോസ്പിറ്റലാണെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഒരു മെട്രിക് സ്കെയിൽ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുക. With the help of a patient satisfaction surveys, continuous measuring of a patient satisfaction and enhancing patient experience can be achieved. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു പേഷ്യന്റിന്റെ നല്ലൊരു അനുഭവം അത് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവേ ഒക്കെ നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ? ഹോസ്പിറ്റലിൽ നടപ്പാക്കി കൊണ്ടുവരണം. വേണ്ടാത്തതൊക്കെ കട്ട് ചെയ്ത് കളയണം അല്ലെ? അവർക്ക് ഒരുപാട് ടൈം അവരോടൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതല്ലെങ്കിൽ ഇന്ന ഡോക്ടറുടെ സേവനം അത്ര തൃപ്തികരമല്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഓക്കെ വെയിറ്റിംഗ് ടൈമൊക്കെ കുറച്ച് നല്ല ഡോക്ടേഴ്സിന്റെ ഒക്കെ സേവനമൊക്കെ അവിടെ ലഭ്യമാക്കി അവിടെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അല്ലെ? അങ്ങനെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് അല്ലെ, അവരുടെ അനുഭവം എന്താണ് മെച്ചപ്പെട്ടതാക്കി കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് തന്നെയാ പറയുന്നത് എന്താണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്, ഈ സർവേകള് കണ്ടിന്യൂസ് അല്ലെ, കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഹാൻസിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പൊ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഒക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. It is a valuable tool to catch patient feedback without much effort. നമുക്കറിയാം ഒരുപാട് എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഫീഡ്ബാക്ക് ഒക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. Then patient satisfaction was evaluated by a questionnaire developed with the patient service, gathered information about the time spent at the appointments, travel cost and perceptions of a quality of service, etc. അതായത് നമ്മളിപ്പോ സർവേ നടത്തിയിട്ടാണ് അല്ലെ അവരെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണേന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഇങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുവരണം. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തണം അല്ലെ? അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അത് പ്രധാനമായിട്ടൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സമയമൊക്കെ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അകലത്തിലേക്ക് വരാനായിട്ട് എത്രത്തോളം ട്രാവലിംഗ് കോസ്റ്റും എന്തെങ്കിലും ഈ ഹോസ്പിറ്റൽ സേവനത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണകൾ എന്തൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ആ ക്വസ്റ്റ്യൻസിന് ആൻസറുകൾ അവർ കൃത്യമായിട്ട് ഓരോ പേഷ്യൻസും നൽകുന്നു. ആ നൽകുന്ന ആൻസറുകളെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെ വരുത്തണോ വേണ്ടതെന്നൊക്കെ ഹോസ്പിറ്റലിനെ തീരുമാനിക്കാനായിട്ട് നടപ്പാക്കാനായിട്ടും സാധിക്കും എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മളാണ് അല്ലെ, അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്, പിന്നെ ഇങ്ങനെ വിവരിച്ചു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ചെറിയ പാരഗ്രാഫ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം എന്താണ് അതിന്റെ കണ്ടിന്യൂവേഷൻ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് ആണെങ്കിൽ മറ്റേതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ പാരഗ്രാഫ് കൂടി പറയാം. ഓക്കെ, patient satisfaction surveys are a vital way to scale how your patients feel about their experience with your practice. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ
പേഷ്യൻസിന്റെ ഫീലിംഗ് അല്ലെ, അവരുടെ ഫീലിങ്സ്, അവരുടെ എക്സ്പീരിയൻസുകൾ അല്ലെ, അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഫീലിങ്സുകൾ, അത് എപ്പോഴും നമ്മൾ അളക്കേണ്ടതുണ്ട്. എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്. Then എന്താ പറയുന്നത്, satisfied patients are more probable to recommend your practice to others and they are also less probable to file complaints. Then വീണ്ടും മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ്, നല്ല സേവനം ആ ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്, ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സ്, കംപ്ലൈന്റുകൾ അല്ലെ, അവര് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ പല പല പ്രോബ്ലംസും പറഞ്ഞ് കംപ്ലൈന്റുകളൊന്നും കൊടുക്കാനായിട്ട് മുതിരില്ല. കാരണം ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോളൊക്കെ കൃത്യമായിട്ട് അല്ലെ, അവരുടെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. ഇൻ കേസ് അൺസാറ്റിസ്ഫൈഡ് ആണ് എങ്കിലാണ് അവര് കംപ്ലൈന്റുകളൊക്കെ ഹോസ്പിറ്റലിന്റെ മേലധികാരികളൊക്കെ അറിയിക്കുന്നത്. അത് മാത്രമല്ല മറ്റുള്ളവർക്ക് അല്ലെ, ഈ ഹോസ്പിറ്റലിലെ സേവനം തൃപ്തികരമല്ല എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ്, ഒരു മെസ്സേജ് കൊണ്ട് അല്ലെ, നല്ലൊരു മെസ്സേജ് മറ്റുള്ളവരുടെ ഇടയിലേക്ക് കൊടുക്കുകയും ചെയ്യും. കംപ്ലൈൻസ് കുറവുമായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയും ഇന്നെടുത്ത അല്ലെ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഓക്കെയാണോ? നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഒന്ന് രണ്ടുപേര് മാത്രമാണ് മെസ്സേജ് അയക്കണേ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചു പോവുക. ഓക്കെ, പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.